തേവലക്കരയിൽ ആ സ്കൂളിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി കമ്പി മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, അത്തരത്തിലുള്ള നടപടിയിലേക്ക് KSEB വളരെ വേഗം കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ രാത്രി സമയത്ത് തന്നെ അതിനുള്ള ജോലി തുടങ്ങിയെന്നാണോ? പ്രവിധ, അതായത് മിഥുന് ജീവൻ നഷ്ടമായ അനാസ്ഥ കാരണം മിഥുന് ഷോക്ക് അടിച്ച ആ വൈദ്യുതി ലൈൻ അതിപ്പോൾ മുറിച്ചു മാറ്റുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി, അതായത് ഈ അപകടം ഉണ്ടായതിനു ശേഷം അതെ, ഇന്ന് രാവിലെയോടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ വൈദ്യുതി വകുപ്പിന്റെയും ഒപ്പം തന്നെ സ്കൂളിന്റെയും ഭാഗത്തു നിന്ന് വലിയ അനാസ്ഥ ഉണ്ടായി എന്നുള്ള ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വൈദ്യുതി കമ്പി അവിടെ നിന്ന് മാറ്റാനുള്ള നടപടി പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. KSEB ജീവനക്കാർ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. മിഥുൻ ഷോക്കേറ്റ് മരിച്ച വൈദ്യുതി ലൈൻ മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രദേശത്ത് മണിക്കൂറുകളായി വൈദ്യുതി തടസ്സപ്പെട്ടതിനെതിരെ നാട്ടുകാരും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് തേവലക്കര സ്കൂളിൽ 13-കാരന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ 8 വർഷം മുന്നത്തെ ഗൂഗിളിൽ നിന്ന് ലഭിച്ച ഫോട്ടോയിൽ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ അശ്രദ്ധമായി ഈ വൈദ്യുതി ലൈൻ സ്കൂളിന് മുകളിലൂടെ കടന്നു പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സംഭവം ഈ വൈദ്യുതി ലൈൻ ഇങ്ങനെ കടന്നു പോയിട്ടും ഇതുവരെ വൈദ്യുതി വകുപ്പിന്റെയോ സ്കൂളിന്റെയോ ഭാഗത്ത് നിന്ന് മാറ്റാനുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ള വലിയ ആക്ഷേപമാണ് നാട്ടുകാരുടെയും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ആരോപണം. ഇപ്പോൾ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായ സാഹചര്യത്തിലാണ് ഈ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ വളരെ വേഗം തന്നെ KSEBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പ്രാഥമിക റിപ്പോർട്ട് ഇതിനകം വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ഇതിൽ അനാസ്ഥയുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഷഫീദ് റാവുത്തർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷഫീദ്, അങ്ങനെ ആ നടപടികൾ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിധ, ഈ വൈദ്യുതി ലൈൻ അത് ഇങ്ങനെ താഴ്ന്നു കിടന്നടക്കം അനാസ്ഥയുണ്ട് എന്ന് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് തന്നെ സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും അക്കാര്യത്തിൽ ചില വീഴ്ചകൾ, സ്കൂളിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായും നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവർ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ഈ ലൈൻ സാധാരണ നിയമപ്രകാരം വൈദ്യുതി ലൈനിൽ തറനിരപ്പിൽ നിന്ന് 4.6 മീറ്റർ ഉയരം വേണം. എന്നാൽ ഉണ്ടായിരുന്നത് തറനിരപ്പിൽ നിന്ന് 4.28 മീറ്റർ അകലം മാത്രം. അതേപോലെ തന്നെ അനധികൃതമായി, പക്ഷേ അത് അനുമതി ഉണ്ടോ എന്ന് പോലും അറിയില്ല, അതല്ലാതെ നിർമ്മിച്ച ഇരുമ്പ് ഷീറ്റിൽ നിന്ന് വേണ്ടത് 2.5 മീറ്റർ ഉയരമാണ് നിയമപ്രകാരം. പക്ഷേ ഉണ്ടായിരുന്നത് 0.88 മീറ്റർ മാത്രമാണ്. മാത്രവുമല്ല, ഈ ലൈൻ കേബിൾ ചെയ്ത് സുരക്ഷിതമാക്കാൻ 2 ദിവസം മുൻപ് ഷെഡ് പൊളിച്ചു നൽകാൻ KSEB സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അടുത്ത മാനേജ്മെന്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാം എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. ഇതടക്കമുള്ള കാര്യങ്ങൾ വീഴ്ചയുണ്ടായി. അതായത് KSEBയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ലൈൻ അത് കവർ ചെയ്തില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അത് അങ്ങനെ കിടന്നിട്ടും കുറെ കാലമായി അതിനകത്ത് ആരും കണ്ടില്ല. മുടന്ത ന്യായം പറഞ്ഞ കാര്യം ഒഴിവാക്കിയെന്നടക്കമുള്ള കാര്യമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ KSEBയുടെ ഒരു ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ റിപ്പോർട്ടായി നൽകിയിട്ടുള്ളതും വൈദ്യുതി മന്ത്രി തന്നെ കാര്യം വ്യക്തമാക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പും നടത്തിയ അന്വേഷണത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തി എന്നുള്ള കാര്യം അവർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കർശന നടപടി ഉണ്ടാകും എന്നുള്ള വിവരം അത് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തരത്തിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്? ഈ വൈദ്യുതി കമ്പി അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളിലേക്കാണോ ഇപ്പോൾ വൈദ്യുതി വകുപ്പ് കടക്കുന്നത്, KSEB കടക്കുന്നത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഈ അപകടത്തിന് ശേഷം കറണ്ട് ഉണ്ടായിരുന്നില്ല. കാരണം ഇതുവഴിയുള്ള ഈ ലൈനുകൾ പോകുന്ന എല്ലായിടത്തും വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു, വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു. അക്കാര്യത്തിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. കുറച്ച് മണിക്കൂറുകളായി ഇവിടെ വൈദ്യുതി ഇല്ല. ഈ സാഹചര്യത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ KSEB ജീവനക്കാർ ഈ ലൈൻ കട്ട് ചെയ്ത് മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ അനധികൃതമായിരുന്നു. അക്കാര്യത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഏറ്റവും അവസാനമെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രവൃത്തികളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പ്രതിഷേധത്തിന് പിന്നാലെ ഉണ്ടാവുന്നു. പ്രവിധ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മേഖലയിൽ കുറച്ച് നേരമായി വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ സ്കൂളിന് മുകളിലൂടെ പോകുന്ന ആ കമ്പിയിലെ വൈദ്യുതി മാറ്റി സ്ഥാപിക്കുക കൂടിയാണ് KSEB ജീവനക്കാർ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ നൽകുന്ന വിവരം. KSEB ജീവനക്കാർ സ്കൂളിൽ എത്തുകയായിരുന്നു. ഒപ്പം മിഥുൻ ഷോക്കേറ്റ് മരിച്ച വൈദ്യുതി ലൈൻ മാറ്റുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.